അവരുടെ ഉദ്ദേശം എന്നെ ഫിനിഷ് ചെയ്യാനുള്ളതാണ്. എന്നെപ്പോലുള്ള പുഴുക്കുത്തുകൾ ഈ രാഷ്ട്രീയത്തിൽ വലിയൊരു ബാധ്യതയാണ്. അത് കോൺഗ്രസിനകത്ത് ഉള്ള നേതാക്കളും അതിനകത്തുണ്ടായി. ഇനി അത് മുഖ്യമന്ത്രിയാകാൻ ഞാനിനി അവകാശവാദം ഉന്നയിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുള്ള ആളുകൾ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർമാർ പോലും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അല്ല, എനിക്കെതിരായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു. അത് കോൺഗ്രസിനകത്ത് ഉള്ള നേതാക്കളും അതിനകത്തുണ്ടായി. കാരണം KM ഷാജഹാൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ, ഞാനും അയാളായിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് അയാളായിട്ട് അടുത്ത ബന്ധം പോലും ഇല്ല. ഒരു ബന്ധമില്ല, രാഷ്ട്രീയമായും ബന്ധമില്ല, സാമൂഹികമായും ബന്ധമില്ല. അയാൾ എനിക്കെതിരെ 2 വീഡിയോ ചെയ്തത് ഞാൻ ഇനി മത്സരിക്കാൻ പാടില്ല, ഞാൻ കോടികൾ സമ്പാദിച്ചു, 35 വർഷം MP ആയിരിക്കും, ഒരു 300 കോടി രൂപ എൻ്റെ കയ്യിൽ, എന്നെ ഇനി നടത്താൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, അഥവാ ഞാൻ മത്സരിച്ച എന്നെ തോപ്പിക്കരുത്, എന്നെപ്പോലുള്ള പുഴുക്കുത്തുകൾ ഈ രാഷ്ട്രീയത്തിൽ വലിയൊരു ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇരുന്ന ആൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകളെ വിമർശിക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ. അതുകൂടാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ എനിക്കെതിരായിട്ടുള്ള അജണ്ട സെറ്റ്. അതിൽ നടത്തിയ സർവേകളിൽ പോലും മാവേലിക്കര നടത്തിയ അതിഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ വിരുദ്ധ വികാരം, MP വിരുദ്ധ വികാരം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞ് ഈ ചാനലുകളെല്ലാം പറഞ്ഞു. ആങ്കർമാർ പോലും പറയുന്ന സർവേ ഫലത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർമാർ പോലും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാത്രമാണോ ഇത്രയും കാലം മത്സരിക്കുന്നത്? ഇവിടെ പരിശോധിച്ച് നോക്കൂ. LDF-ലായാലും UDF-ലായിരുന്നാലും 4-5 പ്രാവശ്യം MLA മാരായിരുന്നവർ പാർലമെൻറ്റിൽ മത്സരിച്ചു. പാർലമെൻറ്റിലും 3-4 പ്രാവശ്യം മത്സരിക്കുന്നു, 5 പ്രാവശ്യം MLA മന്ത്രിമാരായിരുന്നു. അവരൊന്നും മാറണ്ട. LDF-ലും UDF-ലും 5 പ്രാവശ്യം MLA ആയിട്ട് പിന്നെ പാർലമെൻറ്റിലേക്ക് വരിക, പാർലമെൻറ്റ് വീണ്ടും MLA ആകുക, പിന്നെ ഇവിടെ മന്ത്രിയായിട്ട് വീണ്ടും അങ്ങോട്ട് വരിക. അപ്പോൾ അവരെ ഒന്നും മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അവരെ എല്ലാം മാത്രം മത്സരിക്കാൻ പാടില്ല. ഇതൊരു അജണ്ട ശരിക്കും നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ നമ്മളിങ്ങനെ തുടർച്ചയായി ജയിക്കുന്നത് കൊണ്ട് അസൂയുള്ള ഒത്തിരി ആളുകളുണ്ടാകാം. അവർ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർമാരെയും ഒക്കെ സ്റ്റോറി ഉണ്ടാക്കി എനിക്കെതിരായിട്ട് നടത്തിയതാണ്. അത് അവരുടെ ഉദ്ദേശം എന്നെ ഫിനിഷ് ചെയ്യാനുള്ളതാണ്. ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമായി എന്നെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഇനി അത് മുഖ്യമന്ത്രിയാകാൻ ഞാനിനി അവകാശവാദം ഉന്നയിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുള്ള ആളുകൾ. കാരണം 8 പ്രാവശ്യം ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാനും യോഗ്യത ഉണ്ടാകുമെന്ന് ഇനി അങ്ങനെയാണോ അവകാശവാദം ഉന്നയിക്കാൻ ഭയപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അവരുണ്ടാക്കിയ അജണ്ടയാണ് ഈ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ, ഇതുപോലെ KM ഷാജഹാൻ ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എനിക്കെതിരായിട്ട് ഇല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും എനിക്കെതിരെ പറഞ്ഞത്. ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തോട് വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി പറഞ്ഞതാണ്. UDF-ന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലോ നിയമസഭാ മണ്ഡലങ്ങളിലോ UDF 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ പോയാൽ പാർട്ടി ഒരു കമ്മീഷന് വെക്കും. ഇതിനെക്കുറിച്ച് പഠിച്ച് എവിടെയാണ് പാളിച്ചുണ്ടായത്, ഏത് കമ്മിറ്റികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തത്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് പരാജയം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരിശോധന പാർട്ടി ഒരു സമിതി വെച്ച് അന്വേഷിച്ചിട്ടായിരിക്കും നടപടി.